ഒക്ടോബർ 2 മുതൽ മാർച്ച് 30 വരെയുള്ള 5 മാസം കൊണ്ട് കേരളത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാനുള്ള ജനകീയ യജ്ഞത്തിനാണ് സർക്കാർ നേതൃത്വം കൊടുക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. ദൈനംദിനം വലിയ തോതിലാണ് മാലിന്യം കുന്നുകൂടുന്നത്. വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടും പൊതു ഇടങ്ങളിലും ജലസ്രോതസ്സുകളിലും അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്നവരെ സാമൂഹ്യവിരുദ്ധരായി കണക്കാക്കണം. അത്തരക്കാരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ വലിയ പിഴ അടക്കമുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മഹത്തായ ജനകീയ യജ്ഞത്തിലാണ് ഒക്ടോബർ 2 മുതൽ ഇത് മാർച്ച് 30 വരെ നീണ്ടു നിൽക്കും. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. മാർച്ച് 30 ഇന്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ ആണ്. ഈ 5 മാസം കൊണ്ട് കേരളത്തെ പൂർണ്ണമായും വൃത്തിയാക്കാനുള്ള, മാലിന്യമുക്തമാക്കാനുള്ള ഒരു ജനകീയ യജ്ഞത്തിനാണ് നമ്മൾ ഒറ്റക്കെട്ടായി നേതൃത്വം കൊടുക്കുന്നത്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കക്ഷിരാഷ്ട്രീയ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിൽ അണിനിരക്കുക, ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും അണിനിരക്കുക, പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും അണിനിരക്കുക. ഇവിടെ ഈ കുട്ടനാട് സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിൽ ഇതാ ഇവിടെ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ കുട്ടി UKG പഠിക്കുന്ന ഭാവയാമി എന്ന UKGക്കാരി മുതൽ പ്രായം ചെന്ന ആളുകൾ വരെ ഒരുമിച്ച് അണിനിരക്കുന്നു എന്ന് പറയുമ്പോൾ ആബാലവൃദ്ധം ആളുകളും ഇതിൻ്റെ ഭാഗമാണ് എന്നാണത് കാണിക്കുന്നത്. ഞാൻ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ കോളേജ് കുട്ടികൾ, അവരുടെ ഉത്സാഹമാണ് ഇതിനേറ്റവും പ്രധാനമായിട്ടുള്ളത്. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള സുസ്ഥിര തൃത്താല ഹരിത വിദ്യാലയം, ഹരിത നഗരം, ഹരിത ഭവനം ക്യാമ്പയിൻ കുട്ടനാട് സെന്ററിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം പി രാജേഷ്. നിയോജക മണ്ഡലത്തിലെ 12 കേന്ദ്രങ്ങളിലായാണ് മെഗാ ശുചീകരണം നടന്നത്. നാഗൽശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. നവകേരള മിഷൻ കോഓർഡിനേറ്റർ സെയ്തലവി, BPC പ്രസാദ് മാസ്റ്റർ, രാജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സാരഥികൾ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ, തൊഴിലാളികൾ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. NCV ന്യൂസ് തൃത്താല. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.